ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓണിയൻ റിംഗ് ആണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഓണിയൻ റിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊരു വൈറ്റ് ഒണിയനാണ്. നിങ്ങളുടെ നാട്ടിലെ ഏത് ഒണിയനാണ് അവൈലബിൾ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നാട്ടിലൊക്കെ മറ്റേ റോസ് കളറിലുള്ള ഒണിയനാണല്ലോ, അതൊക്കെ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒണിയൻ റിങ്ങിന് വേണ്ടിയിട്ട് വട്ടത്തിലാണ് നമ്മുടെ ഒണിയൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ വട്ടത്തിൽ, അപ്പോൾ ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ ഓരോ റിങ്ങായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 ഇഞ്ച് വലിപ്പം ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അടർത്തി എടുക്കണം ഓരോ റിങ്ങായിട്ട്. അതിനുവേണ്ടി ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ മാറ്റാം. അതുപോലെ എല്ലാം അടർത്തി എടുക്കുക. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലതൊക്കെ ഉണ്ട് ഇതുപോലെയുള്ളതൊന്നും എടുക്കണ്ട. ബാക്കി ഇങ്ങനെ കറക്റ്റ് റൗണ്ടിലുള്ളതൊക്കെ എടുക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ എടുത്താൽ മതി ഇതുപോലെയുള്ളതൊക്കെ. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത്ര ഒനിയൻ റിങ്സ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഷേപ്പ് അല്ലാത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് ഉള്ളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒനിയൻസൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുക്കിങ്ങിനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഒന്നും വേസ്റ്റ് ആവണില്ല നമ്മുടെ ഇതിൽ. നമുക്ക് ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. നമ്മൾ ആദ്യം തന്നെ കോട്ടിങ്ങിന് വേണ്ടി എഗ് മിക്സ്ചറാണ് റെഡിയാക്കാൻ പോണത്. എഗ് മിക്സ്ചർ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇത് ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് 1/2 കപ്പ് പാലാണ് കേട്ടോ. 1/2 കപ്പ് ഞാൻ അളന്ന് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ്. 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ എഗ് മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ മൈദയുടെ ഒരു കൂട്ടും കൂടി റെഡിയാക്കാനുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മൈദയുടെ ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയുടെ ഒരു പൗഡറാണിത്. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഒരു വെളുത്തുള്ളിയുടെ പൗഡറാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ മറ്റേതിൽ ചേർത്തേക്കണോണ്ട് ഇവിടെ ഞാൻ ചേർക്കണില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്ലോറിൻ്റെ മിക്സിലുണ്ടോ, ഇത് നിങ്ങൾക്ക് ഈ മൈദ മാത്രം വെച്ചും ഈ മിക്സ് റെഡി ചെയ്ത് വെച്ചാൽ മൈദ മാത്രം യൂസ് ചെയ്താലും മതി. ഇപ്പം ഞാൻ കുറച്ച് സ്പൈസിനെസ്സിന് വേണ്ടിയാണ് ഇതൊക്കെ ആഡ് ചെയ്തേക്കുന്നത്, ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടി. ഇത് പ്ലെയിൻ ഫ്ലേവറായിട്ട് യൂസ് ചെയ്യാം, അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസിനെസ്സിൻ്റെ ആളായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സ്പൈസസൊക്കെ ആഡ് ചെയ്തത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇപ്പോൾ ഞാനിവിടെ 4 ബ്രെഡ് ഞാൻ നമ്മുടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തേക്കണതാണ്. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഒനിയൻ റിങ്സ് കോട്ടിങ് ആരംഭിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒനിയൻ റിങ്ങിൻ്റെ കോട്ടിങ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ എഗ് മിക്സ്ചർ ഇവിടെ എടുത്തു വെച്ചു. പിന്നെ മൈദയുടെ മിക്സ്, പിന്നെ ഇത് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് കോട്ടിങ് ആരംഭിക്കാം. ഇത് ഒരു ഒനിയൻ റിങ് ഞാൻ എടുക്കുകയാണ്. അത് ഞാൻ നമ്മളുടെ ഈ എഗ് മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ജസ്റ്റ് ആ ഒരു എഗ് മിക്സ് ഫുള്ള് ഇതിൽ കോട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മുടെ മൈദയുടെ മിക്സിലേക്ക് ഇടാണ്. എന്നിട്ട് ഇത് മൈദയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ആവണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ മുട്ടി കളയാം. അതിനുശേഷം ഞാൻ വീണ്ടും ഇത് എഗ് മിക്സിലേക്ക് തന്നെ നൂരി ഡിപ്പ് ചെയ്യണം. ജസ്റ്റ് ഒരു സഡനായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ബ്രെഡ് ക്രംസിലേക്ക് ഇടാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസ് മൊത്തം ഇതിൽ കവറാവുന്ന രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം
ഒന്നും കൂടി ഇതൊന്ന് ഞാൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും കൂടി നമ്മുടെ എഗ് മിക്സിൽ ചെയ്യാം. ജസ്റ്റ് ക്വിക്കായിട്ട് എടുക്കുക. അതിനുശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ തന്നെ ഇട്ട് ഇത് ഡബിൾ കോട്ടിംഗ് ആണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ഡബിൾ കോട്ടിങ്ങിന് വേണ്ടിയാണ് 2 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യണത്. നന്നായിട്ട് ഇത് കണ്ടോ എല്ലായിടത്തും കോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ നമ്മുടെ ആദ്യത്തെ ഒനിയൻ റിങ് നല്ല കോട്ടിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചു. ഇനി നമുക്ക് അടുത്ത റിങ്ങും ചെയ്യാം. ഇതുപോലെ എല്ലാ റിങ്സും ചെയ്തെടുക്കുക. എക്സസ് ആയിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ട് മൈദയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നും കൂടി എഗ് മിക്സിൽ ജസ്റ്റ് ക്വിക്കായിട്ട് സഡനായിട്ട് ഇങ്ങനെ എടുക്കുക. അതിങ്ങനെ കളഞ്ഞു എക്സസ് ആയിട്ടുള്ളത്. അതിന് നമ്മുടെ ബ്രെഡ് ക്രംസിൽ പിന്നെയും ചെയ്യാണ്. നന്നായിട്ട് ഇത് കോട്ടാവണം കേട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിൽക്കൂടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഒനിയൻ റിങ്സ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചെല്ലാം വെച്ചേക്കണത്, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കാവും ചിലപ്പോൾ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെച്ചു. ഇനി ഇത് ഡ്രൈ ആവണം. കാരണം വെച്ചാൽ ഇത് ഡബിൾ കോട്ടിങ് ചെയ്തുകൊണ്ട് ഒന്ന് വെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടിങ്ങൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആവണം. അതിനുവേണ്ടി മിനിമം 20 മിനിറ്റ്സ് വയ്ക്കുക. ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ഡ്രൈ ആവാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന റിങ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒനിയൻ റിങ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമ്മുടെ ഫ്ലെയിം. ഇത് ഞാൻ ഇനി ഓരോരോ റിങ്ങായിട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ ഇതിന് കുറച്ച് സ്പേസൊക്കെ വേണം. അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ആ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ആവുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ടത്. ഇത് കുക്ക് ചെയ്യാൻ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം 1 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു സൈഡ് ടേൺ ചെയ്തു. ഇനി ഇതും കൂടി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഞാനിതൊരു ടിഷ്യൂ വെച്ചേക്കുന്ന ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ മാറ്റണത്. അപ്പോൾ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതായി പോകാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്ത സെറ്റൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ റിങ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കോട്ടിങ്ങോട് കൂടി ഒരു നല്ല സൂപ്പർ ഒനിയൻ റിങ് ആണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നിങ്ങൾക്ക് കെച്ചപ്പ് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ റിങ് ആണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.